നമ്മളിതൊരു സദ്യ സ്പെഷ്യൽ നാരങ്ങ അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. ഇതേ രീതിയിലാണോ നിങ്ങൾ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാൻ ഇതൊരു 1/2 കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്, ചെറുനാരങ്ങ. അച്ചാറുണ്ടാക്കാൻ നല്ല പഴുത്ത നാരങ്ങ നോക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് അതൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്ത നാരങ്ങ നമുക്കൊരു ചൂടാക്കിയ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കണം. ഞാൻ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നാരങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കത് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ സ്കിന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നാരങ്ങ പൊട്ടാൻ തുടങ്ങുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഇത് കോരി മാറ്റണം. ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം, ചൂടാക്കി എടുക്കണം. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഈ നാരങ്ങ തിളപ്പിച്ച വെള്ളവും നല്ലതാണ്. അത് നമുക്ക് കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ചേർത്തിട്ട് കുളിക്കാനൊക്കെ നല്ലതാണ്. തണുക്കുമ്പോൾ നല്ല മണമാണ്, നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. ഞാനൊരു കോട്ടൺ തുണിയിലേക്ക് നാരങ്ങയെല്ലാം ഇട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമുക്കത് അല്ലെങ്കിൽ തുടച്ച് മാറ്റാം. അപ്പോൾ നനവൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ എന്തെങ്കിലും മോയ്സ്ചർ എന്തെങ്കിലും നനവുണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു തവയിലേക്ക് ഒരു കടായിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് നേരം ഇളക്കേണ്ട ആവശ്യമില്ല, നമ്മളിപ്പം പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള മോയ്സ്ചർ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ വളരെ കാലം കേടുകൂടാതെ നമുക്ക് അച്ചാറൊക്കെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ എടുക്കുന്ന സ്പൂണും നമ്മൾ നാരങ്ങ അരിയാൻ ഉപയോഗിക്കുന്ന കത്തിയും പാത്രങ്ങളും ഒക്കെ ഒട്ടും നനവില്ലാത്തതായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അച്ചാർ ഒരുപാട് നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം. അതിൽ ബോട്ടിലും നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഉണക്കി എടുത്തിട്ടുള്ളതായിരിക്കണം. നമ്മൾ എടുത്ത നാരങ്ങ ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങ 8 പീസാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നമ്മൾ NSൻ്റെ കായാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് അടച്ച് നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വിനീഗർ, ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ പിന്നീട് ചേർക്കുമ്പോൾ പറയാം. ഞാനിപ്പോൾ ഒരു തവയിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, ഒരു 3-4 ഏലയ്ക്ക, 2-3 ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം, അതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഞാൻ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 150 ml നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ്. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ അതൊന്ന് നീളത്തിൽ മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാക്കി നമുക്കതൊന്ന് കോരി മാറ്റി വെക്കാം, നിറം മാറിപ്പോകണ്ട. അതുപോലെ നമ്മൾ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് 3 ടേബിൾ സ്പൂണാണ്, 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ പച്ചമുളക് ഒരുപാട് എരിവുള്ള പച്ചമുളകല്ല, അതുകൊണ്ട് ഞാൻ ഒരു 1/2 കപ്പ് പച്ചമുളക് അരിഞ്ഞത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അല്ലാതെ നമുക്കൊരു 6-7 പച്ചമുളക് നമുക്കിത് ആവശ്യമുണ്ട്. എരിവുള്ളത് ആണെങ്കിലും എത്രയും പച്ചമുളക് വേണം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ചൂടാക്കി നമുക്കിത് കോരി മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 1/2 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കാശ്മീരി മുളക് പൊടി മാത്രമാണ് എടുത്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടിയും ചേർക്കണമെങ്കിൽ പകുതി വീതം ചേർക്കാം. 1/2 കപ്പ് മുളക് പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് അന്നേരം അങ്ങനെ എരിവുള്ളത് ചേർക്കണം എന്നുള്ളവർക്ക് പകുതി വീതം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു വിനാഗിരി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിക്കാനായിട്ട് എടുത്തു വെച്ചിരുന്ന ആ മസാല പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ നല്ല മണമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന ആ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന നാരങ്ങയും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നാരങ്ങയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് അടച്ചു വെച്ചിരുന്നതുകൊണ്ട് എൻ്റെ പുളിയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കി നോക്കുക, ഒട്ടും കയ്പേ ഇല്ല. നമുക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവും പുളിയും എല്ലാം നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമുക്ക് എല്ലാം ചേർന്ന് ഒരു നല്ലൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് കായം ഒക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ എണ്ണ ചൂടാക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ. ബോട്ടിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എണ്ണ ബോട്ടിലിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒട്ടും കേടാകുകയില്ല. ഇത് പുറത്ത് വെച്ചിരുന്ന് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. പുറത്ത് 2-3 ദിവസം വെച്ചാലേ നമുക്ക് ഇതൊന്ന് ഇരിക്കുമ്പോൾ അതൊന്ന് നല്ല സെറ്റായി വരും, മസാലയൊക്കെ പിടിച്ചിട്ട്. അതിനുശേഷം കൂടുതൽ കാലം സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഡെയിലി യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുറത്ത് ചെറിയ ബോട്ടിലിൽ മാറ്റി വയ്ക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. ഇതേ രീതിയിലല്ല നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ നല്ല മണമൊക്കെയുള്ള സദ്യക്ക് കിട്ടുന്ന അതേ അച്ചാർ തയ്യാറാക്കാം. അടുത്തൊരു നല്ലൊരു ഡിഷുമായിട്ട് കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.